നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തങ്ങൾ നേരിട്ട ചൂഷണങ്ങൾ വെളിപ്പെടുത്തി നിരവധി സ്ത്രീകളാണ് മലയാള സിനിമാ രംഗത്ത് നിന്നും മുന്നോട്ട് വന്നിരിക്കുന്നത്. മുൻനിര നടന്മാരായ സിദ്ദിഖ്, ജയസൂര്യ, മുകേഷ്, ബാബുരാജ്, മണിയംപിള്ള രാജു തുടങ്ങിയവർക്കെതിരെയും സംവിധായകരായ രഞ്ജിത്ത്, ശ്രീകുമാർ മേനോൻ, വി കെ പ്രകാശ്, തുളസിദാസ് തുടങ്ങിയവർക്കെതിരെയും നടിമാർ ആരോപണമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനോടകം നടൻ മുകേഷിനെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പുതിയൊരു ആരോപണം കൂടി പുറത്തു വന്നിരിക്കുന്നത് ആരെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുകേഷ് ഒരു ആർട്ടിസ്റ്റിന്റെ അമ്മയെ ആക്രമിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്കെതിരെ ആക്രമണം നടന്നിട്ടുണ്ട്. അവർ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് അവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് മുകേഷ് ആ വീട്ടിൽ കയറി ചെല്ലുകയും അവരുടെ അമ്മയോട് ലൈംഗിക ചുവയോടെ പെരുമാറുകയും ചെയ്തു. മുകേഷിനെ ഉടൻ തന്നെ ആ അമ്മ പുറത്താക്കി വാതിലടച്ചു. ഇത് ഈ അടുത്ത് നടന്നതല്ല, വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു സംഭവം. അതിനുശേഷം എൻ്റെ സുഹൃത്തായ അഭിനേത്രി ആ സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ പറയുന്നത്. ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ അമ്മയെ ആക്രമിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. തനീസ് പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് സന്ധ്യ പറയുന്നത്. എന്നാൽ ആർട്ടിസ്റ്റിന്റെ പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സന്ധ്യ കൂട്ടിച്ചേർത്തു. നടി തന്നോട് നേരിട്ട് പറഞ്ഞതാണെന്നും സന്ധ്യ പറയുന്നു. മറ്റൊരു മേഖലയിൽ ഇല്ലാത്ത അരക്ഷിതാവസ്ഥയാണ് സിനിമാ മേഖലയിൽ എന്ന് തോന്നുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനും സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനും ഒരു ടീം തന്നെ ഉണ്ടാകും. മാത്രമല്ല, ലൈംഗികമായ ആക്രമണത്തിനെതിരെ ശബ്ദമുയർത്താനും സാധിക്കും. എന്നാൽ സിനിമാ മേഖലയിൽ അത്തരത്തിലൊരു സാഹചര്യമല്ല എന്നത് കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന മേഖലയിൽ ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ, എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലെ മുഴുവനും തരുന്നില്ല. ഒരു തവണ മോഹൻലാൽ സാറിനൊപ്പം കണ്ണൻ ദേവന്റെ പരസ്യം ചെയ്തിരുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് കഷ്ടപ്പെട്ട് ലൊക്കേഷനിൽ എത്തിയതാണ് ആ പരസ്യം ചെയ്തത്. എന്നിട്ട് എനിക്ക് ലഭിച്ചത് വെറും 2800 രൂപയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് 10,000 ആയിരുന്നു അവർ എനിക്ക് പറഞ്ഞ തുക. എന്നാൽ അതിനിടയിൽ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ആഡ് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞ് ഇത്തരം അവസരങ്ങളിലേക്ക് എത്തിക്കുന്നവർ. ഇവരാണ് ഈ പൈസ തട്ടിയെടുക്കുന്നത് എന്നാണ് സന്ധ്യ പറഞ്ഞത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ഹോട്ടലിൽ താമസിക്കുമ്പോൾ മുകേഷ് തന്നെ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്നാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് പറയുന്നത്. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പിന്നീട് ഹോട്ടലിൽ സ്വാധീനം ചെലുത്തി സ്വന്തം മുറിക്കടുത്തേക്ക് മാറ്റിവെച്ചു എന്നുമാണ് ടെസ്സിന്റെ ആരോപണം. മിനു മുനീറും മുകേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്.